സാമൂഹിക മാധ്യമങ്ങളിലാകമാനം ഇന്ന് ലാലേട്ടന്റെ അമ്മ ശാന്തകുമാരി അമ്മയെക്കുറിച്ചുള്ള കുറിപ്പുകളാണ് വൈറലാകുന്നത്. മകന്റെ സിനിമാ ജീവിതത്തിന് അങ്ങേയറ്റത്തെ പിന്തുണ നൽകിയ ഒരമ്മ. ലാലുവിന് മാത്രമല്ല ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട അമ്മയാണ് എന്ന് MG ശ്രീകുമാർ പറയുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ചു കളിച്ചു വളർന്നവരാണ്. ഏത് സമയത്ത് ചെന്നാലും ഭക്ഷണം തരാറുണ്ട്. അമ്മയുടെ വിയോഗം സങ്കടമാണെന്നായിരുന്നു MG ശ്രീകുമാർ പറഞ്ഞത്. മകന്റെ സിനിമകളെ കുറിച്ചും അമ്മ അഭിമുഖങ്ങളിൽ വാചാലയാകാറുണ്ടായിരുന്നു. കൈരളി ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അമ്മ മകനെ കുറിച്ച് വാചാലയായത്. വാനപ്രസ്ഥം ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അമ്മയ്ക്ക് ഷൂട്ടിംഗ് കാണേണ്ടേ എന്ന് ചോദിച്ചിരുന്നു. കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. പൂതന സുന്ദരിയായി വരുന്നില്ലേ, അത് കാണിക്കാനാണ് കൊണ്ടുപോയത്. വളരെ നന്നായിരുന്നു അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അത് കണ്ടപ്പോൾ മനസ്സിലായി. സ്ട്രോ വെച്ച് പോലും അയാൾ വെള്ളം കുടിക്കില്ല. വെള്ളം പോലും കുടിക്കാതെ ഇതൊക്കെ ചുറ്റിക്കെട്ടി നിൽക്കേണ്ടേ. ആ ബുദ്ധിമുട്ടിനൊക്കെ ഫലം കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നുവെന്നാണ് അമ്മ പറഞ്ഞത്. ഇരുവർ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് കണ്ടില്ലെന്നായിരുന്നു മറുപടി. ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾക്കൊന്നും പോകാറില്ല. വാനപ്രസ്ഥമൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേർ ലാലുവിനെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്തിനാണ് ആവശ്യമില്ലാത്തതൊക്കെ ഏറ്റെടുത്തതെന്ന്. അത് അവന്റെ ഒരു ആഗ്രഹമല്ലേ, അത് നന്നായി. അമ്മ എനിക്കൊരു തൃപ്തി വേണ്ടേ എന്ന് ചോദിച്ചിരുന്നു. അതെ, അതും പ്രധാനമാണല്ലോ. സാമ്പത്തികം മാത്രം നോക്കിയാൽ പോരല്ലോ. അവാർഡ് കിട്ടിയ സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. ഭഗവാനോട് പറയണമല്ലോ. അംഗീകാരം കിട്ടുന്തോറും ഹമ്പിൾ ആകണമല്ലോ. കുട്ടിക്കാലത്ത് തന്നെ ലാലു പാടുമായിരുന്നു. എന്തെങ്കിലും തെറ്റുവരികയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അന്നെന്തോ പഠിപ്പിക്കാൻ പറ്റിയില്ല. അക്കാര്യത്തിൽ സങ്കടമുണ്ടെന്നും അമ്മ പറഞ്ഞിരുന്നു. കിരീടം, ചെങ്കോൽ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചെങ്കോൽ ഞാൻ കണ്ടിട്ടേയില്ല. കിരീടം ആദ്യ ഭാഗം കുറച്ചു കണ്ടു. അടിയല്ലേ, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. താളവട്ടം അതും ഞാൻ കണ്ടിട്ടില്ല. ചിരിപ്പിക്കുന്ന സിനിമകളാണ് എനിക്കിഷ്ടം. കിലുക്കം ഇഷ്ടമാണ്. ചിത്രം അവസാനമെത്തുമ്പോൾ ഞാൻ മാറിപ്പോകും. എനിക്ക് കാണേണ്ടെന്ന് പറയും. അമ്മേ വയ്യ എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. കഷ്ടപ്പെടാൻ ഇഷ്ടമാണ്. നന്നായിട്ട് കഷ്ടപ്പെടുകയും ചെയ്യും. ഉള്ളത് സിൻസിയറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഇറങ്ങിപ്പോയില്ലേ, കഷ്ടപ്പെടാതെ പറ്റില്ലല്ലോ എന്നാണ് അവൻ പറയുക. ഏത് പ്രവൃത്തിയാണെങ്കിലും ആത്മാർത്ഥമായി തന്നെയാണ് കാണുക. ഞങ്ങളുടെ വീട്ടിൽ ഡോക്ടേഴ്സ് ഇല്ല. ഡോക്ടറായി കാണണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതൊന്നും അയാൾക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. അവരവരല്ലേ ആരാവണമെന്നൊക്കെ തീരുമാനിക്കുന്നത് എന്നായിരുന്നു അന്നത്തെ അഭിമുഖത്തിൽ അമ്മ പറഞ്ഞത്. എത്ര തിരക്കാണെങ്കിലും അമ്മയെ കാണാനായി ഓടിയെത്താറുണ്ട് മോഹൻലാൽ. ചെന്നൈയിലായിരിക്കുമ്പോഴും അമ്മയെ ഫോണിൽ വിളിച്ച് വിശേഷമെല്ലാം തിരക്കും. ഹോം തിയേറ്ററിലൂടെയായി സിനിമകളും കാണിക്കും. താൻ സംവിധാനം ചെയ്ത സിനിമയായ ഭരോസ് അമ്മയെ കാണിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അമ്മയ്ക്ക് തിയേറ്ററിൽ പോകാൻ പറ്റിയ അവസ്ഥയല്ല. അതുകൊണ്ട് 3D പതിപ്പ് കാണിക്കാനായില്ല എന്നും മോഹൻലാൽ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു. അടുത്തിടെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അമ്മയെ കാണാനായി നടൻ എത്തിയിരുന്നു. മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം. എന്നിരുന്നാലും ഷൂട്ടിനും യാത്രകൾക്കുമിടയിൽ സമയം കണ്ടെത്തി അമ്മയെ കാണാനായി നടൻ എത്തുമായിരുന്നു. കഴിഞ്ഞ വർഷം അമ്മയുടെ പിറന്നാൾ നടൻ കുടുംബസമേതം ഗംഭീരമായി ആഘോഷിച്ചിരുന്നു. അന്ന് പുറത്തു വന്ന ഫോട്ടോകൾ വൈറലായിരുന്നു. അച്ഛന്റെയും ജ്യേഷ്ഠന്റെയും മരണശേഷം നടന്റെ എല്ലാം അമ്മയായിരുന്നു. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് നടന്റെ കണ്ണുകൾ പ്രേക്ഷകർ നിറഞ്ഞു കണ്ടിട്ടുള്ളത്. വർഷങ്ങളായി ചികിത്സാർത്ഥമാണ് അമ്മയെ എളമക്കരയിലെ ശ്രീഗണേശം എന്ന വീട്ടിൽ മോഹൻലാൽ താമസിപ്പിച്ചിരുന്നത്. മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു ശാന്തകുമാരി അമ്മ താമസിച്ചിരുന്നത്. പിന്നീട് ചികിത്സയ്ക്കുള്ള സൗകര്യാർത്ഥമാണ് മോഹൻലാൽ അമ്മയെ എറണാകുളത്തേക്ക് മാറ്റിയത്. മരണസമയത്തും നടൻ അമ്മയ്ക്ക് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. നടന്റെ അച്ഛൻ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലുമെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരുവനന്തപുരത്താണ്. അതിനാൽ അമ്മയുടെ സംസ്കാര ചടങ്ങുകളും നടൻ തിരുവനന്തപുരത്തായിരിക്കും നടത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ. 10 വർഷത്തിലേറെ അമ്മ വിവിധ അസുഖങ്ങൾ മൂലം ചികിത്സയിലാണ്. ഏത് സമയത്തും എവിടെ പോയാലും അമ്മയുമായി ദിവസവും മോഹൻലാൽ സംസാരിക്കുമായിരുന്നു. എല്ലാ ദൂരയാത്രകൾക്ക് ശേഷവും അമ്മയെ കാണാനായി നടൻ എത്തുമായിരുന്നു. എത്ര ദൂരത്താണെങ്കിലും തന്റെ ശബ്ദമൊന്ന് മാറിയാൽ പോലും അമ്മ തിരിച്ചറിയുമായിരുന്നുവെന്ന് നടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ട ചികിത്സകളെല്ലാം തന്നെ
നടൻ നടത്തിയിരുന്നു. വളരെയധികം ഭാഗ്യം ചെയ്തൊരു മകനാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും എന്റെ അമ്മയുടെ മുഖം തന്നെയാണ് എന്നുള്ളത്. കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും അമ്മമാരായി മാറും, എന്റെ അമ്മയായി മാറും. ഈ മുന്നിലിരിക്കുന്നവരിലെല്ലാം ഞാൻ എന്റെ അമ്മയെ കാണുന്നു എന്നാണ് മുമ്പ് ആദരവോടെ അമ്മയ്ക്ക് എന്ന പരിപാടിയിൽ തന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കവേ മോഹൻലാൽ പറഞ്ഞത്. ലോകമറിയുന്ന മഹാനടന്റെ അമ്മയാണെങ്കിലും ആഡംബരം ഏതുമില്ലാതെ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റവും ജീവിതവുമായിരുന്നു ശാന്തകുമാരിയുടേത്. വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി ഒരു അഭിമുഖം ശാന്തകുമാരിയമ്മ മാധ്യമങ്ങൾക്ക് നൽകിയത്. ലാലിന്റെ അമ്മയെ തനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാം. ആ വേർപാടിൽ വേദനയുണ്ട്. പൂജപ്പുരയിലായിരുന്നു ലാലും കുടുംബവും താമസിച്ചിരുന്നത്. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആഹാരം വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഞാനും ലാലുമെല്ലാം ഒരുമിച്ചാണ് കളിച്ച് പഠിച്ചു വളർന്നത്. കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ ഞാൻ വിളിച്ചിരുന്നു. കൊച്ചിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു അദ്ദേഹം. ന്യൂ ഇയറിന് എവിടെയായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്നായിരുന്നു മറുപടി. ഞാൻ അവിടേക്ക് പോകാനായി ഇരുന്നതായിരുന്നു. അപ്പോഴാണ് മരണവാർത്ത അറിഞ്ഞത്. അവിടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് ലാലും അമ്മയുടെ അടുത്തേക്ക് വന്നത്. ലാലിന് എല്ലാം അമ്മയായിരുന്നു. അമ്മയ്ക്ക് ലാലുവിനെ പോലെ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും. ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് അമ്മയെക്കുറിച്ച് ഉണ്ടെന്നാണ് MG ശ്രീകുമാർ മോഹൻലാലിന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞതും.